അപ്പൊ അരിത്തമാറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 3. അതായത് ആദ്യ പദം 3 ഒരു സമാന്തര ശ്രേണി ഏതാണ് പറഞ്ഞത്. ഇവിടെ പൊതുവ്യത്യാസത്തിന്റെ കാര്യം അഥവാ കോമൺ ഡിഫറൻസിന്റെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കോമൺ ഡിഫറൻസ് എടുക്കാം. ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ഏതാനേ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ പൊതുവ്യത്യാസത്തിലുള്ള ആദ്യത്തെ ടേം അഥവാ ആദ്യ പദം 3 ആയിരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഫസ്റ്റ് ടേം ഞാൻ 3 എന്ന് തുടങ്ങി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ 3 കൂടെ ആഡ് ചെയ്ത് പോവാം. അത് ഇഷ്ടം വെച്ചാൽ ഒരേ നമ്പർ തന്നെ, പക്ഷെ അത് ഏത് നമ്പർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഇപ്പൊ 3 3 തന്നെ ആഡ് ചെയ്ത് പോകുന്നത്. 3 + 3 എന്ത് വരും? 6 വരും. അഗൈൻ 6 3 ആഡ് ചെയ്താൽ 9 വരും. 9 3 ആഡ് ചെയ്താൽ 12 എക്സെട്ര. ഇതാണ് അപ്പൊ ഞാൻ ഏത് സീക്വൻസ് നിങ്ങൾക്ക് എന്ത് ആഡ് ചെയ്യാം, പക്ഷേ ആഡ് ചെയ്യുന്ന നമ്പർ ഒരേ നമ്പർ ആയിരിക്കണമെന്നേ ഉള്ളൂ. കാരണം അരിത്തമാറ്റിക് സീക്വൻസ് ആണല്ലോ. സമാന്തര ശ്രേണിയാണെങ്കിൽ ഒരു പൊതു വ്യത്യാസം, അത് കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ കോമൺ നമ്പർ ആഡ് ചെയ്ത് പോകണം. ഇല്ലെങ്കിൽ ഒരു കോമൺ നമ്പർ സബ്സ്ട്രാക്ട് ചെയ്ത് പോയാലും ഒരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് 10th ടേം. അത് അതിന്റെ 10ാമത്തെ പദം എത്രയാണ് ചോദിക്കുന്നത്. അതിന് ഈ സീക്വൻസിന്റെ നമ്മൾ എഴുതിയ സീക്വൻസിന്റെ നിങ്ങൾ ഓരോരുത്തരും ഓരോ സീക്വൻസ് എഴുതിയിട്ടുണ്ടാവുക. ആ സീക്വൻസിന്റെ 10ാമത്തെ പദം ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ പദത്തിന് x1 എന്ന് പറഞ്ഞാൽ x10 ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ ടേമിന് x1 എന്ന് റെപ്രസെന്റ് ചെയ്താൽ 10ാമത്തെ ടേമിനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ x10 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ടേം നമുക്ക് അറിയാലോ, x1 ഫസ്റ്റ് ടേം 3 നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ 3 എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം ആഡ് ചെയ്യേണ്ടി വരും 10ലേക്ക് എത്താൻ? അതെങ്ങനെ കണ്ടുപിടിക്കാൻ വെച്ചാൽ ഇവിടെ എന്താ ഈ x1ന്റെ അടിയിൽ 1 അല്ലേ, ഈ 1ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ 10 കിട്ടുക? 9 അല്ലേ. അപ്പൊ നമ്മൾ എന്തുകൂടി എഴുതണം? അവിടെ 9 പ്രാവശ്യം കോമൺ ഡിഫറൻസിന് ആഡ് ചെയ്താലാണ് നമുക്ക് 10ാമത്തെ ടേം കിട്ടുക. അതായത് ആദ്യത്തെ ടേമിനോട് 9 പ്രാവശ്യം ഇങ്ങനെ പൊതുവ്യത്യാസം കൂട്ടി പോകുമ്പോഴാണ് 10ാമത്തെ ടേമിലേക്ക് എത്തുക. നിങ്ങൾ ഈ 9 പ്രാവശ്യം കൂട്ടിയാൽ ഇവിടെ 9 d എന്ന് എഴുതി, 9 × d എന്ന് എഴുതിയത്. കാരണം 9 പ്രാവശ്യം d ന d + d + d + d ഇങ്ങനെ 9 പ്രാവശ്യം കൂട്ടുന്നതിന് പകരം ആ ഒരു d നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം സെയിം ആണ്. അതുകൊണ്ടാണ് 9d എന്ന് എഴുതി ഇവിടെ. ഓക്കെ, ഇനി അതിന്റെ അതായത് ഒന്നാമത്തെ ടേം x1 നമുക്ക് അറിയാം, ആദ്യത്തെ പദം 3 അറിയാം. 9 തന്നെ പൊതുവ്യത്യാസം എത്രയാ? d എത്രയാ സീക്വൻസിൽ? 3 അല്ലേ. അവിടുന്ന് 6 3ലേക്ക് പോകുമ്പോൾ 3 അല്ലേ ആഡ് ചെയ്യുന്നത്. എഗൈൻ 6 9ലേക്ക് പോകുമ്പോൾ 3 അല്ലേ ആഡ് ചെയ്യുന്നത്. അപ്പൊ പൊതുവ്യത്യാസം 3 ആണ്. അപ്പൊ ഇവിടെ 9 × 3. പിന്നെ ബോർഡ് മാസ് റൂൾ പ്രകാരം ആദ്യം മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടാണ് എഡിഷൻ. അപ്പൊ ആദ്യം ഇവിടെ 9 × 3 ചെയ്യണം, എന്നിട്ടാണ് 3 കൂട്ടാൻ പാടുള്ളൂ. കാരണം ബോർഡ് മാസ് റൂൾ ആണ്. അപ്പൊ 9 × 3 എന്ന് പറയുമ്പോൾ 27 വരും. അപ്പൊ x10 എത്ര കിട്ടി? 3 + 27 എന്ന് പറയുമ്പോൾ 30 കിട്ടി. x10 30 കിട്ടി. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ.